നമസ്കാരം. ഞാനിന്നിവിടെ ഇരുമ്പമ്പുളി കൊണ്ടുള്ള ഒരു അച്ചാറാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇരുമ്പമ്പുളി കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായി ഒന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇരുമ്പാമ്പുളിയിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാകത്തിനുള്ള എരിവാണ് കേട്ടോ. അത് അവരവരുടെ എരിവിനനുസരിച്ചിട്ടുണ്ട് കേട്ടോ നല്ലത്. ഞാനിവിടെ നല്ലൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ട് കൊടുക്കണുള്ളൂ. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ എനിക്ക് എരിവ് കൂടുതലാണ്. അതുകൊണ്ടൊരു പേടിയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇരുമ്പാമ്പുളി എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉണ്ടാവും കേട്ടോ. ഏകദേശം അത്രയാണ് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയാണ്. അപ്പോൾ ഒരച്ച് ശർക്കര പൊടിച്ച് വെച്ചതാണ്. അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടില്ല. പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കും. നന്നായി തിളയ്ക്കട്ടെ. അപ്പം ഞാനിതിലേക്ക് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഇരുമ്പാമ്പുളിയാണ് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇരുമ്പാമ്പുളി ഇട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് കായും പിന്നെ എന്താ പറയുക ഉലുവയും കൂടി പൊടിച്ച പൊടിയാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പും അതുപോലെ മധുരമൊക്കെ നോക്കണം. നോക്കി നോക്കട്ടെ. മധുരം എരിവൊക്കെ ഉണ്ട്, പുളിയൊക്കെ ഉണ്ട്. ഒന്ന് കുറച്ച് നൂണിയൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1.5 സ്പൂണ് കായും പുലിയും വറുത്ത് പൊടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ വെളിച്ചെണ്ണയാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഇവിടെ അമ്മ അത് ഇടുന്നത് കണ്ടിട്ടില്ല. ഇടാതെ തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കണക്കിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഇടാം. അപ്പോൾ അത് വളരെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.